ഹലോ ഫ്രണ്ട്സ്, കുംഭൻ രാശിയുടെ ആരും അറിയാത്ത രഹസ്യങ്ങൾ. കുംഭൻ രാശിക്കാരെ, നിങ്ങളെക്കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത്. കുംഭൻ രാശിയിൽ 3 നക്ഷത്രങ്ങളാണ് ഉള്ളത്. അതായത് അവിട്ടം, ചതയം, പൂരുട്ടാതി. ഈ 3 നക്ഷത്രക്കാരും തന്നെ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതിയായിരുന്നുവെന്ന്. പക്ഷേ ഇനി അത് ചിന്തിച്ചിട്ട് ഒരു കാര്യവുമില്ല. എന്നാൽ എന്താണ് സൊല്യൂഷൻ കാണാൻ കഴിയുക എന്നാണ് നോക്കേണ്ടത്. സത്യം പറഞ്ഞാൽ സൊല്യൂഷൻ കാണാൻ കഴിയില്ല എന്നാണ്. കാരണം പലവിധ പ്രശ്നങ്ങൾ പലപ്പോഴും അവർക്ക് തന്നെ നേരിട്ട് വിജയിച്ചു വരുമ്പോൾ അടുത്ത പ്രശ്നങ്ങൾക്ക് മേലെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നവരാണ് കുംഭൻ രാശിക്കാർ. ശനീശ്വരന്റെ ആധിക്യം കൊണ്ട രാശിയാണ് കുംഭൻ രാശി. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഞാൻ എന്ത് പർപ്പസിന് വേണ്ടിയാണ് ജീവിക്കുന്നത്? ജന്മരാശിയുടെ ആധിക്യം ഉള്ളത് കൊണ്ട് തന്നെ പല കാര്യങ്ങളും നടക്കാത്ത കാര്യം തന്നെയായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവുക. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാൽ പേടിക്കും. പക്ഷേ ഇവിടെ എല്ലാ കാര്യങ്ങളിലും കുംഭൻ രാശിക്കാർ ചൂടുവെള്ളത്തിൽ വീണുകൊണ്ടാണ് എല്ലാം മുന്നോട്ട് പോകുന്നത്. പല കാര്യങ്ങളും ഇതുപോലെയാണ് പോവുക. മറ്റുള്ളവർ കരുതും ഇവർ വിഡ്ഢികളാണെന്ന്. എല്ലാം പറ്റിച്ച് നേടാം എന്നും അവർ വിചാരിക്കും. എന്നാൽ പറ്റിച്ച് നേടുക അല്ല ഇവരുടെ മനോഭാവം. ബോധപൂർവം തന്നെയാണ് ഇവർ പലതും സഹിച്ച് ഉൾക്കൊണ്ട് ആണ് ഇവർ ചെയ്യുന്നത്. പലർക്കും പല കാര്യങ്ങളും ചെയ്യുന്നത് ഇങ്ങനെയാണ്. കുടുംബത്തിൽ ഒരു പ്രശ്നം വന്നാലും ശരി, ഇവർ അത് അറിഞ്ഞ് ബോധപൂർവം തന്നെയാണ് അതിനൊപ്പം സഞ്ചരിച്ചു പോകുന്നത്. പക്ഷേ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അവർ പിന്നീട് മനസ്സിലാക്കും. ഉദാഹരണത്തിന് 2 മക്കളുള്ള വീട്ടിൽ ചേട്ടൻ കുംഭൻ രാശിക്കാരനാണ്. ഇഷ്ടമുള്ള ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ അനിയൻ കൂടുതൽ വേണമെന്ന് വാശി പിടിച്ച് പറഞ്ഞാൽ കുംഭക്കാരനായ ചേട്ടൻ അതങ്ങ് വിട്ടുകൊടുക്കും. അനിയന് കൂടുതൽ കൊടുക്കുക തന്നെ ചെയ്യും. കാരണം അവർ അത് അറിഞ്ഞുകൊണ്ടാണ് കൊടുക്കുന്നത്. എന്നാൽ അനിയൻ ഭക്ഷണം മുഴുവൻ കഴിക്കാതെ വേസ്റ്റ് ആക്കിയിട്ട് ഉണ്ടാകും. കാരണം തിന്നുകയുമില്ല, തിന്നുന്നവനെ തിന്നാനും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ അവസ്ഥയായിരിക്കും. ബോധപൂർവം അവർ അത് അംഗീകരിക്കുകയും ചെയ്യും. പോട്ടെ, സാരമില്ല. കുംഭൻ രാശിക്കാരെ, നിങ്ങൾ ഒരുപാട് നന്മകളുള്ള വ്യക്തികളാണ്. ഈ നന്മകൾ കൊണ്ട് ഇറക്കി വെച്ച് ഓരോ കാര്യങ്ങളും ചെയ്യാൻ നിന്നാൽ എല്ലാ കാലവും നിങ്ങൾ ഇങ്ങനെ തന്നെ ആയിരിക്കും. പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കുക തന്നെ വേണം. പറയേണ്ടിടത്ത് പറയുകയും വേണം. തല്ലേണ്ടിടത്ത് തല്ലുകയും വേണം. കൃത്യമായി പറഞ്ഞാൽ കുടുംബത്തിനുള്ളിൽ തന്നെയാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം. പ്രതികരിച്ചു തുടങ്ങുക തന്നെ വേണം. നിങ്ങൾ വിജയിക്കാൻ തുടങ്ങുന്നത് അവിടെ നിന്നാണ്. സഹനം നല്ലതാണ്. പക്ഷേ ശനിയുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇത്തരം സഹനം വേണ്ട എന്നാണ് ശനീശ്വരൻ പറയുന്നത്. കാരണം ശനി നൽകുന്നത് ഒന്നും തന്നെ ഒരിക്കലും തിരിച്ചെടുക്കുകയില്ല. ശനീശ്വരൻ എപ്പോഴും അത് പറയാറുണ്ട്. ധനസ്ഥാനത്ത് നിന്ന് തൊഴിൽ സ്ഥാനം ധനം നൽകിയാൽ നിങ്ങൾക്കുള്ളത് മാറ്റിവെച്ചതിന് ശേഷം ബാക്കി ഉള്ളതിൽ നിന്ന് കൊണ്ട് മാത്രം നീ മറ്റുള്ളവരെ സഹായിക്കുക. നിന്റെ ചിലവുകൾ നടത്തുക. പാവപ്പെട്ടവനെ സഹായിക്കുക. അതൊക്കെ ഇതിനു വേണ്ടി നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതിന് ശേഷം മാത്രം ചെയ്യുക. നിങ്ങൾ എപ്പോഴും ഉയർന്ന തട്ടിൽ നിൽക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ചെയ്ത നന്മകൾ ആരും എടുത്തു കാട്ടില്ല. പകരം നിങ്ങളെ കുറ്റപ്പെടുത്തുകയേ ഉള്ളൂ. അവർ ചെയ്തത് കുറഞ്ഞുപോയി എന്ന് പറയുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. നിങ്ങളെ ആരെങ്കിലും സഹായിക്കും എന്ന ചിന്ത ഒന്നും വേണ്ട. നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ എപ്പോഴും ഉണ്ടാവുകയുള്ളൂ. താൻ തന്നെ തുണ. ഇവിടെയാണ് ശനി നിങ്ങളെ സഹായിക്കുക. നിങ്ങൾ ഒറ്റക്ക് നീങ്ങുക. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഒറ്റക്ക് ചെയ്യാൻ തുടങ്ങിയാൽ അവിടെയാണ് നിങ്ങളെ ശനീശ്വരൻ സഹായിക്കുന്നത്. അവരുടെ കാര്യങ്ങൾ നേടാൻ മറ്റുള്ളവർ നിങ്ങളെ ഉപയോഗിക്കും. പിന്നെ ഒരു കറിവേപ്പില പോലെ നിങ്ങളെ ചാടുകയും ചെയ്യും. അതിപ്പോ തൊഴിലിടങ്ങളിലായാലും ശരി, കുടുംബത്തിലായാലും ശരി, സുഹൃത്തുക്കൾക്കിടയിലായാലും ശരി. കുംഭൻ രാശിക്കാരെ, നിങ്ങൾ കന്നി രാശിയുള്ളവരെയോ കർക്കിടകൻ രാശിയുള്ളവരെയോ കല്യാണം കഴിക്കുവാൻ പാടുള്ളതല്ല. കല്യാണം കഴിച്ചാൽ തന്നെ കുറച്ചുനാൾ മുന്നോട്ട് പോയി നിങ്ങൾ തമ്മിൽ
കലഹം ഉണ്ടായി അത് ഡിവോഴ്സിൽ കലാശിക്കുന്നതാണ് എന്നാണ് ഇതിൽ പറയുന്നത്. നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ തിരിച്ചറിയുക. ഒരു 10 ആള് കൂടുന്ന ഒരു കല്യാണ വീട്ടിലായിക്കോട്ടെ, മറ്റെന്തോ ആയിക്കോട്ടെ, അവിടെ നിങ്ങളായിരിക്കും മുൻപന്തിയിൽ എല്ലാം ചെയ്യാൻ കഴിയുന്നൊരാൾ. ആ കഴിവ് നിങ്ങൾ തിരിച്ചറിയേണ്ടതാണ്. അതുപോലെ നിങ്ങൾക്കൊരു നല്ല കാര്യം ചെയ്യാൻ പറ്റുന്ന ദിവസം ചൊവ്വാഴ്ച ദിവസമാണ്. ഒരു തൊഴിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളത് ചൊവ്വാഴ്ച ദിവസം സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ എല്ലായ്പ്പോഴും സത്യങ്ങൾ മാത്രം പറയുന്നവരായിരിക്കും. അധികയിടങ്ങളിലും അവരവരുടെ കാര്യങ്ങൾ അതുപോലെ പറയുന്ന കൂട്ടത്തിലായിരിക്കും. എന്നാൽ നിങ്ങളുടെ കുംഭൻ രാശിയുടെ നേരെ മുകളിൽ കാണുന്ന മീനൻ രാശി ഉണ്ടല്ലോ, അങ്ങനെയുള്ളവർ നിങ്ങളോടെല്ലാം മറച്ചു വെച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ആരോടും തന്നെ ഒന്നും പറയാതിരിക്കുക. നിങ്ങൾ സത്യം പറഞ്ഞോളൂ, പറയേണ്ടിടത്ത് മാത്രം പറയുക. ശനി വക്രഗതിയിൽ സഞ്ചരിക്കുകയാണ്. നിങ്ങളും വക്രഗതിയിലേക്ക് സഞ്ചരിക്കുവാനാണ് ശ്രമിക്കേണ്ടത്. ശനീശ്വരൻ അങ്ങനെയാണ് പറയുന്നത്. നിങ്ങൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കുക, ഒറ്റയ്ക്ക് നടന്നു നീങ്ങുക, എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യുവാൻ ശ്രമിക്കുക. കുംഭൻ രാശിക്കാരെ, നിങ്ങൾ വജ്രങ്ങൾ നിറഞ്ഞ മനസ്സുള്ളവരായി മാറട്ടെ. നിങ്ങളിനി നിങ്ങളുടെ വഴിയിൽ സഞ്ചരിക്കുക. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കുക.